ഇതേ നമ്മൾ ഈ കിസാൻ വികാസ പത്രന്ന് കായ് ഇവിടെ അടച്ചിട്ടുണ്ടായി. അപ്പൊ അതൊന്ന് പിൻവലിക്കാച്ചിട്ടാണ്. അതിന്റെ പാസ്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? പാസ്ബുക്ക് അല്ലേ ഇത്, അതില്ലാണ്ട് ഞാൻ വരുമോ? അല്ല കാര്യമുണ്ട്, ഞാൻ ആരാ പോതല്. ഇത് പിൻവലിക്കാറായില്ലല്ലോ. പിന്നെ പിൻവലിക്കാണ്ട് ചേട്ടാ ഇതിന് 3 വർഷം കൂടി കഴിയണോ ഇനി? എന്താ കുട്ടി ഈ പറഞ്ഞ 5 വർഷം 6 മാസം കഴിഞ്ഞപ്പോ പിന്നെ എന്തിനാ എന്റെ കൈ വെറുതെ കാലാവധി കഴിഞ്ഞ്? ചേട്ടാ കിസാൻ വികാസ് പത്ര സ്കീമിന്റെ കാലാവധി 8 വർഷവും 4 മാസവുമാണ്, അല്ലാതെ 5 വർഷം അല്ല. എന്തെന്നാ ഈ പറയണ? പുതിയതാ ഞാൻ പുതിയതാണോ പഴയതാണോ എന്നുള്ളതല്ല പ്രശ്നം. ചേട്ടന്റെ പൈസ പിൻവലിക്കാറായിട്ടില്ല. അനക്കുന്ന കാര്യങ്ങൾ അറിയില്ല. ഈ കാര്യങ്ങൾ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഈ ഇംഗ്ലീഷ് പറഞ്ഞാൽ അതും പറയും ഞാൻ. യുനോ അണ്ടർസ്റ്റാൻഡ്? എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ചേട്ടൻ എന്നെ ഇംഗ്ലീഷ് ഒന്നും പഠിപ്പിക്കേണ്ട. 100 മാസം, അതായത് 8 വർഷവും 4 മാസം, അതാണ് ഈ പദ്ധതിയുടെ കാലാവധി. അതെ കുട്ടിയെ എനിക്ക് അറിയില്ല. അറിയണോടത്ത് ചോദിക്കുമോളെ. ചേട്ടന്റെ പൈസ പിൻവലിക്കാറായിട്ടില്ല. 3 വർഷം കഴിയണം. എന്ത് 3 വർഷം കഴിയുന്ന പറഞ്ഞു? എന്റെ കായ് ഇവിടെ കൊണ്ടുവന്ന് നടത്തിട്ട് ഒന്നറിയാണ്ട് എന്റെ കായ് ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കാൻ. ചേട്ടന്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വീട്ടിലൊന്നും കൊണ്ടുപോണില്ല. സമയമാകുമ്പോ പൈസ അങ്ങോട്ട് തരും. എന്നാ കായ് പൈസ തരാൻ പറഞ്ഞാൽ ഞാൻ എവിടെ എടുത്ത് തരും? പൈസ എന്താ ഈ പറഞ്ഞ? കാലാവധി കഴിഞ്ഞപ്പോ നിന്റെ കായ് കിട്ടണ്ടേ? എന്റെ ദൈവമേ, കാലാവധി കഴിഞ്ഞിട്ടില്ല. തീരുമാനിക്കുന്നത് ചോദിക്കവിടെ വേറെ ആൾക്കാരുടെ അടുത്ത് ചോദിക്ക്. ആരോടും ചോദിക്കേണ്ട. ചേട്ടന് പൈസ കിട്ടില്ല. പാസ്ബുക്ക് കൊല്ലും ഞാൻ. പാസ്ബുക്ക് വലിച്ചറിയാം. വലിച്ചെറിഞ്ഞാൽ അങ്ങോട്ട് വെച്ചപ്പോ അനക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ഒന്നും അറിയില്ല. എനിക്കറിയാം. എന്തായാലും എനിക്ക് അയ്യാറാ ഞാൻ ഇവിടുത്തെ പോസ്റ്റ് മാഷാ. അന്ന മാസ്റ്റർ നിങ്ങളൊരു കാര്യം അങ്ങനെ ഉണ്ടോ ഒരു കാര്യം? എന്താണ് പ്രശ്നം? ഞാനിവിടെ കിസാൻ വികാസ പത്രയിൽ കായ് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാലാവധി കഴിഞ്ഞ് അതാ ഇങ്ങനെയാണ് മാന്യന്മാരനെ വിളിച്ചോണ്ട് എനിക്ക് കാണാൻ വേണ്ടിട്ടാ. എന്ത് കാണാൻ വേണ്ടിട്ട്? ഞാൻ ഇവിടെ ഒന്ന് കായ് മേടിച്ചു കൊണ്ടുപോയി കണ്ടോ തന്നെ നടക്കുകയും ചെയ്യും. ഇത്ര മാന്യനല്ലല്ലോ. അങ്ങോട്ട് ഇരിക്കൂ. എന്താ പേര്? എന്റെ പേര് കോയ. അങ്ങ് ഇപ്പൊ അവിടെ പുറത്ത് നടത്തിയിട്ടുള്ള ഒരു രോഷപ്രകടനം ഉണ്ടല്ലോ, അതൊരു ഓഫീസിന്റെ രീതിക്ക് ചേർന്നതല്ല. അല്ല, ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല, അങ്ങയുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി പറയൂ, എന്താ അങ്ങയുടെ പ്രശ്നം? ഞാൻ ഇവിടെ ഈ കിസാൻ വികാസ് പത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയിൽ പങ്കുചേർന്നിരുന്നു. അപ്പൊ അതിന്റെ കായൊക്കെ ഞാൻ ഇവിടെ കുറെ അടച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാലാവധി തീർന്ന ആ കായ്കൾ എടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ പറയാണ്, ആ കുട്ടി എന്താ അതിന്റെ പേരൊന്നും അറിയില്ലേക്ക്. അത് പറയാണ്, നിങ്ങൾക്ക് ഇനിയും കുറെ നാൾ കഴിയണം, 3 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ആയിട്ടുള്ളൂ. നീ ആദ്യം വർത്താനൊക്കെ പറഞ്ഞ എന്തെന്നാ ഇതിനൊക്കെ ഒരു മാറി. ശരി, ഒന്ന് കാണട്ടെ. അതിനെ ഞാൻ പറഞ്ഞു, ഒന്ന് പോയി കാണും, ഒന്ന് കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾ ആ പാസ്ബുക്ക് എന്നെ ഒന്ന് കാണിക്കൂ. എന്റെ പാസ്ബുക്ക് ഉണ്ട്. കായൊക്കെ അടക്കം പിന്നെ ആവശ്യത്തിന് വരുമ്പോ അതാ പിടി എന്ന് പറയണ ശരിയല്ല. അങ്ങ് ചേർന്നിട്ടുള്ളത് 2003-ലാണ്. ആണ്. അതെ അതെ. ഇത് കാലാവധി തീരാൻ ഇനിയും ഒരു 3 വർഷം എടുക്കും. എന്തെന്നാ നിങ്ങൾ പറഞ്ഞിട്ട് അലക്ക് ശരിക്കും മനസ്സിലാവണില്ല. ഇന്നോട് ഇത് ചേരുമ്പോ പറഞ്ഞത് 5 വർഷം കൊണ്ട് ഇരട്ടിക്കും പൈസ ഇരട്ടിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇവിടെ കായ് കൊണ്ടെന്ന് അടച്ചിട്ടുള്ളത്. അതായത് ഒരുപക്ഷെ അങ്ങേക്ക് ഇത് അറിയില്ലായിരിക്കും. കാരണം ഈ കിസാൻ വികാസ് പത്ര 8 വർഷവും 4 മാസവും കഴിഞ്ഞാലേ ഇതിന്റെ കാലാവധി പൂർത്തിയാവും. തിന്നാപ്പൊ ഇതിനൊക്കെ ഒരു വർത്താനം ഞാൻ ഈ തന്നെ പറഞ്ഞോണ്ടിരിക്കുക. പറഞ്ഞ സാറായില്ലേ എഴുതിയേക്കണ നിങ്ങളൊന്ന് നോക്കി. 5 വർഷം നല്ല എഴുതിയേക്കണേ. അതെ, 5 വർഷം ആയിരുന്നു ഇതിന്റെ കാലാവധി. പിന്നീട് അത് 8 വർഷവും 4 മാസവും ആക്കി മാറ്റി. അതിനുശേഷമായിരിക്കും അങ്ങ് ചേർന്നിട്ടുണ്ടാവുക. അപ്പൊ ഇതിൽ എഴുതിയേക്കണ എന്താ? നിങ്ങൾ അതിൽ 5 വർഷം നല്ല അതിൽ എഴുതിയേക്കണേ. അങ്ങയുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും. എഴുതിയ സമയത്ത് തെറ്റിപ്പോയിട്ടുണ്ടാവും. അതന്നെ ഞാൻ പറഞ്ഞത്. അത് തെറ്റിണ്ട്, നിങ്ങൾക്ക് തെറ്റിണ്ട്. അത് വിക്കിന്റെ കായ് കിട്ടണം. അങ്ങ് പറയുന്ന കാര്യം മനസ്സിലാക്കൂ. നമ്മൾ 2003-ലാണ് ചേർന്നിട്ടുള്ളത്. കാലാവധി പൂർത്തിയാകാൻ 8 വർഷവും 4 മാസവും എടുക്കും എന്ന് ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലായില്ലേ? അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ അങ്ങും തൊടാണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ 5 വർഷം കൊണ്ട് പൈസ എത്തിക്കും എന്ന് പറഞ്ഞിട്ടാണ് കോയ എന്ന് പറഞ്ഞ ആൾ അതിൽ കായ് അടച്ചേക്കണത്. ആ കായ് ഇങ്ങോട്ട് കിട്ടണം.
അത് അങ്ങേക്ക് തരും. തരണോ? അതിന് കാലാവധി ആവണ്ടേ? ഇത് പിന്നെയും കാലാവധിയുടെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്റെ കാലാവധി കഴിഞ്ഞിട്ടാ വന്നേക്കണേ. അങ്ങനെ വന്നിങ്ങനെ ചോദിക്കുമ്പോ അങ്ങേക്ക് പൈസ എടുത്ത് തരാൻ പറ്റില്ല. നിങ്ങൾ എന്താ ചെയ്യും? അതല്ലേ, എന്നാ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കിന് എന്റെ കായ്ക്ക് കളയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇതിന് ഉപഭോക്തൃ കോടതിയിൽ സമീപിക്കും. എന്റെ കായ് ഞാൻ മേടിക്കുകയും ചെയ്യും. അത് നിങ്ങൾ കണ്ടോളി. അങ്ങ് കൊടുത്തു. അതിന്റെ കായും മേടിച്ചു വെച്ചിട്ട് പിന്നെ മേടിക്കാൻ വരുമ്പോ അതില്ല ഇതില്ല കാലാവധി ആയിട്ടില്ല. ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കണം. ഞാൻ ചെല്ലുമ്പോഴേക്കും ഉപഭോക്തൃ കോടതിയിൽ പൈസ അങ്ങനെ കെട്ടി എടുത്തു വെച്ചിരിക്കുകയാണ് എടുത്തു തരാൻ വേണ്ടിയിട്ട്. എവിടുത്ത് വരുന്നു ഇങ്ങനത്തെ കഴുതകള്? അങ്ങ് പോയില്ലേ? അല്ല അങ്ങല്ല കൈത അതിനെ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ എന്റെ പാസ്ബുക്ക് എടുക്കാൻ വന്നാണ്. എടുത്തോളൂ. ആള് നിൽക്കുമ്പോ അങ്ങ് ഇങ്ങ് ഉങ്ങ് ആളാ പോയി കഴിഞ്ഞാൽ പിന്നെ വട്ടി പൂച്ച നായ കൈത. പൈസ കിട്ടിയായിരുന്നോ? അല്ല കിട്ടിക്കോളൂ. ഞാൻ വന്ന് മേടിച്ചോളൂ കേട്ടാ. എന്റെ കാര്യം നോക്കാണ്. കിട്ടിയായിരുന്ന സാർ ഒരു 5 വർഷം മുമ്പ് സാർ ഇവിടെ ക്ലർക്കായിരുന്നില്ലേ? സാറിന് പറ്റിയ മിസ്റ്റേക്ക് വല്ലതാണോ ഇത്?